അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച്? 20 ഭാഗ്യശാലികൾക്ക് 20 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 20 വരെ പർച്ചേസ് ചെയ്യുന്ന 20 പേർക്കാണ് ഈ സൗഭാഗ്യം. എങ്ങനെയാണെന്നല്ലേ? എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു. ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെ കുറിച്ച് അറിയണ്ടേ? ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ, ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ, 10 പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മറക്കല്ലേ, ഈ ഓണവും സെവൻസിനോടൊപ്പം. മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. പെരിയാർ മലിനീകരണ നഷ്ടപരിഹാരം ഉടൻ വിതരണം ചെയ്യുക, ചെറുമീൻ മത്സ്യം പിടിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക, വേമ്പനാട് കായൽ അതോറിറ്റി രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. വരാപ്പുഴ ടൗണിൽ നടന്ന സമരം CPI എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ പോയി ഈ കൂട് മത്സ്യകൃഷിക്കാരെ കണ്ടു, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ കണ്ടു. അവർ പറഞ്ഞത് ട്രോളിംഗ് സമയത്ത്, മത്സ്യത്തിന് വലിയ ക്ഷാമമുണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്ക് ന്യായമായ വിലക്ക് അത് വിൽക്കാനും അതുവഴി ഞങ്ങൾ കടമെടുത്ത് ചെയ്ത കൃഷി ആ കടം തിരിച്ചടക്കാനും കഴിയുന്ന ഒരു സാഹചര്യമാണ്. അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നീട്ടിക്കൊണ്ടുപോയത്. അത് ഒരൊറ്റ രാത്രി കൊണ്ട് ആ 20 കോടിയോളം വിലമതിക്കുന്ന മത്സ്യസമ്പത്ത് ഈ രാസമാലിന്യം തുറന്നുവിട്ടതിന്റെ ഭാഗമായിട്ട് KC രാജീവ് അധ്യക്ഷത വഹിച്ചു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി T രഘുവരൻ മുഖ്യപ്രഭാഷണം നടത്തി. AITUC സംസ്ഥാന സെക്രട്ടറി എലിസബത്ത് അസീസി, ജില്ലാ സെക്രട്ടറി VO ജോണി, പ്രസിഡന്റ് PJ കുഷ്യൻ, MR ശോഭൻ, MU അജി, CR പ്രസാദ്, KP അജയ് ഘോഷ്, TS ഷനിൽകുമാർ, VN സുകുമാരൻ, PR തങ്കപ്പൻ, ബാബു കടമക്കുടി, ഉണ്ണി വാലത്ത്, ലതാ മുഹമ്മദ്, VK സുരേഷ് എന്നിവർ സംസാരിച്ചു. ഔദ്യോഗികമായ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് താമസിക്കുന്നത്? നഷ്ടപരിഹാര തുക നൽകുന്നതിന് താമസം വരുന്നത് എന്താണ്? അത് താമസം ഉണ്ടാകാൻ പാടില്ല. അടിയന്തരമായി നഷ്ടപരിഹാര തുക വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടി ഉണ്ടാകണം. മാത്രമല്ല, മറ്റ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നമ്മുടെ ഈ പുഴയിലെ പെരിയാറിന്റെ ഒരു പ്രധാനപ്പെട്ട കൈവഴിയായിട്ടുള്ള വ്യവസായ മേഖലയായിട്ടുള്ള ന്യൂസ് ബ്യൂറോ, പറവൂർ.